നമസ്കാരം. കേരളത്തിന്റെ മണ്ണിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ച് പരാജയപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ആ പേരിന്റെ നമുക്ക് ഉത്തരമായി പറയാൻ കഴിയുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ CPIM എന്നാണ്. എന്താണ് കേരളത്തിൽ അവർ കാട്ടിക്കൂട്ടിയത് എന്ന് നമുക്ക് ഒന്ന് വിശദമായി പരിശോധിക്കാം. നമുക്കറിയാം, ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പഠിച്ചപടി 18 ശ്രമിച്ചെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ന്യൂനപക്ഷ വോട്ടുകൾ എൻ ബ്ലോക്കായി കോൺഗ്രസിന്റെ പെട്ടിയിലെത്തിയതോടെ അതിന് തങ്ങൾക്ക് ലഭിക്കില്ലെന്ന തിരിച്ചറിവിൽ ഭൂരിപക്ഷത്തെ പുൽകാനായിരുന്നു ശ്രമിച്ചത്. ആഗോള അയ്യപ്പ സംഗമം അടക്കം നടത്തി നഷ്ടപ്പെട്ടു പോയ ഭൂരിപക്ഷ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ഭൂരിപക്ഷ വോട്ടുകൾ ഒരേപോലെ കോൺഗ്രസിന് അനുകൂലമാകുന്ന തരംഗമാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇനിയും പാഠം പഠിക്കാത്ത CPM വീണ്ടും ന്യൂനപക്ഷങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി ചേർത്ത് നിർത്താൻ കർണാടകയിലെ യലഹങ്കയിൽ അനധികൃത കുടിയേറ്റത്തെ കർണാടക സർക്കാർ ഒഴിപ്പിച്ചത് കേരളത്തിന്റെ മണ്ണിൽ വർഗീയമായി വിഷംകുത്തുപ്പി വെക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റുമ്പോൾ അതിനെതിരെ പ്രതിരോധത്തിന്റെ കോട്ട കെട്ടുകയാണ് കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ. കർണാടകയിലെ ബുൾഡോസർ രാജ് എന്ന കള്ളപ്രചരണം നടത്തി നാഴികയ്ക്ക് 40 വട്ടം കോൺഗ്രസിനെയും കോൺഗ്രസ് സർക്കാരിനെയും തെറിപറഞ്ഞ 2 വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്ന CPM കേരളത്തിൽ വലിയ അപകടകരമായ രൂപത്തിൽ വർഗീയത വിഷവിത്ത് പാകുകയാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം. വിശദമായി പരിശോധിക്കാം. ഭൂരിപക്ഷ തീവ്രവാദത്തെയും ഭൂരിപക്ഷത്തെയും ഒരേപോലെ താലോലിച്ച് എന്ത് നേട്ടമാണ് CPM ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം. സൗവർണിക PS ആണ് കൂടെയുള്ളത്. കേരളത്തിന്റെ മണ്ണിൽ വർഗീയപരമായ ഒരു ധ്രുവീകരണത്തിനാണ് CPM ശ്രമിക്കുന്നതെന്ന് നമുക്ക് പകൽ പോലെ വ്യക്തമാകുന്നതാണ് കർണാടകയിലെ യലഹങ്കയിൽ നടന്ന സംഭവം. എന്താണ് CPM ലക്ഷ്യമിടുന്നത്? എല്ലാ കാലത്തും വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെക്കുക എന്നതാണ് CPMന്റെ ഒരു നയം. നമുക്കറിയാം, ആദ്യം ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തങ്ങളുടെ പെട്ടിയിലാക്കുക എന്ന നയമായിരുന്നു. ആ സമയത്തെല്ലാം സ്വീകരിച്ച സമീപനം ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ സമീപനമായിരുന്നു. എന്നാൽ പിന്നീട് ന്യൂനപക്ഷങ്ങൾ തങ്ങൾക്കൊപ്പം നിൽക്കില്ല എന്ന് വന്ന സമയത്ത് ഭൂരിപക്ഷമായിട്ടുള്ളവരെ ഒപ്പം നിർത്താൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം പോലെയുള്ള കാര്യങ്ങൾ നടത്തി ഭൂരിപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ ശ്രമിക്കുകയും വെള്ളാപ്പള്ളിയെ പോലെ വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത പറയുന്ന മനുഷ്യനെ ഒപ്പം കൂട്ടി കേരള രാഷ്ട്രീയത്തിൽ പോലും അല്ലെങ്കിൽ കേരളത്തിൽ ആരും പറഞ്ഞിട്ടില്ലാത്ത അത്ര വർഗീയ പരാമർശങ്ങൾ പറയുന്ന വെള്ളാപ്പള്ളിയെ മൗനമായി സപ്പോർട്ട് ചെയ്യുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. അതിൽ നിന്ന് ഭൂരിപക്ഷങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്തുക എന്ന ഒറ്റ രീതിയായിരുന്നു, ഒറ്റ നിലപാടായിരുന്നു CPM സർക്കാരും മുഖ്യമന്ത്രിയും വന്നെടുത്തിരുന്നത്. എന്നാൽ അവിടെ നിന്നും മാറി ഭൂരിപക്ഷങ്ങളെ തങ്ങൾക്കൊപ്പം കൂട്ടാൻ കഴിയില്ല, അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഭൂരിപക്ഷങ്ങൾ തങ്ങൾക്കൊപ്പം നിൽക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ അല്ലെങ്കിൽ ഉറച്ച അറിവിന്റെ പേരിൽ വീണ്ടും ന്യൂനപക്ഷങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തലത്തിലേക്ക് മാറി. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, കർണാടകയിൽ ഇത്രത്തോളം പ്രശ്നം കർണാടക ജനതയ്ക്കോ അല്ലെങ്കിൽ കർണാടകക്കാർക്കോ ഇല്ല, കേരളത്തിലെ CPMനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതിൽ നിന്ന്, അല്ലെങ്കിൽ അവർക്കാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നമേ. കർണാടകയിലെ വിഷയം ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടുന്നതും അതുവഴി കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുക. തങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ്, അല്ലെങ്കിൽ തങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ കർണാടക അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമ്പോൾ തങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെക്കുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നത്. ഈ കർണാടകയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മണ്ണിൽ ഇത്തരത്തിൽ വർഗീയതയുടെ വിഷവിത്ത് പാകാൻ ശ്രമിക്കുകയും കർണാടക സർക്കാരിനെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ സർക്കാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന CPM നടത്തുന്നത് ഏറ്റവും അപകടകരമായ ഒരു നീക്കമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ വിഷയത്തിൽ CPMന് കൈപൊള്ളിയിരിക്കുകയാണ്. കർണാടക സർക്കാർ കൃത്യമായ നിലപാട് പറഞ്ഞു. യലഹങ്ക പോലെയുള്ള ഒരു പ്രദേശത്ത് സർക്കാർ ഭൂമിയിൽ അനധികൃതമായി കയ്യേറിയ ആളുകളെയാണ് അവിടെ നിന്നും ഒഴിപ്പിച്ചത്. ഒഴിപ്പിച്ച ആളുകൾക്ക് കൃത്യമായ താമസ സ്ഥലം സർക്കാർ ഒരുക്കി നൽകുകയും ചെയ്തു. കർണാടക സർക്കാർ ഒരുക്കി നൽകുകയും ചെയ്തു. കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മൂലമ്പള്ളിയിലെയും ചെങ്ങറയിലെ ആദിവാസികളെയും മൂലമ്പള്ളിയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള അധസ്ഥിത വർഗത്തെ ഒരു രാത്രി ഇരുട്ടി വിളക്കുന്നതിന് മുമ്പ് അവരുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയും അവർക്ക് നൽകാമെന്ന് പറഞ്ഞ സഹായങ്ങളും വാഗ്ദാനങ്ങളും ഒന്നും നൽകാതെ അവരെ വഞ്ചിക്കുകയും ചെയ്തത് കേരളത്തിലാണ്. ഇതിനെക്കുറിച്ച് CPMന് ഒന്നും പറയാനില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നീട് ചെങ്ങറയിലെയും മൂലമ്പള്ളിയിലെയും ജനങ്ങളുടെ സമരത്തെ 2011 അധികാരത്തിലേറിയ ഉമ്മൻചാണ്ടി ആദ്യ 100 ദിവസ കർമ്മ പരിപാടിക്കിടയിലാണ് അത് നടപ്പിലാക്കി അവർക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ചെങ്ങറയിലെയും മൂലമ്പള്ളിയിലെയും ഭൂസമരം ഒത്തുതീർപ്പാക്കിയത്. അത്രത്തോളം ഒരു ജനതയെ തെരുവിലേക്ക് ആട്ടിയിറക്കിയിട്ട് അവരെ തിരിഞ്ഞു നോക്കാത്ത CPM ആണിപ്പോൾ ന്യൂനപക്ഷ പ്രേമം പറഞ്ഞ ആളുകളുടെ ഇടയിലേക്ക് വോട്ട് ചോദിച്ചു വരാൻ ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2018 സുപ്രീം കോടതി വിധിയുടെ മറുപടിച്ച് ശബരിമല സന്നിധാനത്തെ 2 യുവതികളെ ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും കയറ്റി കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹത്തെ വെല്ലുവിളിച്ച CPMന് തൊട്ടടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ സമൂഹവും ന്യൂനപക്ഷ സമൂഹവും ഒരുപോലെ തിരിച്ചടി നൽകിയതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് അവർ ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിക്കാൻ നോക്കിയത്. അതിന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിലടക്കം മുസ്ലിം സംഘടനകളുടെ വലിയൊരു പിന്തുണ CPMന് ഉണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് CPM ആട്ടിൻ തോലണിയ ചെന്നായിയാണ്, തങ്ങളെ വഞ്ചിക്കുകയായിരുന്നെന്ന്. തുടർന്ന്
തുടർന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനും UDF-നും അനുകൂലമായി അവരുടെ വിധിയെഴുത്തുണ്ടാകുകയും എൻ ബ്ലോക്കായി ഈ മുസ്ലിം സംഘടനകളും ക്രൈസ്തവ സംഘടനകളും കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ ഇതിൽ വിരളി പിടിച്ച് ഭൂരിപക്ഷ വോട്ടുകൾ തങ്ങളിൽ നിന്ന് അകലുന്നു എന്ന് തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് കർണാടകയിലെ വിഷയം എടുത്ത് അവർ ഇപ്പോൾ CPM രംഗത്ത് വന്നിരിക്കുന്നത്. കർണാടകയിൽ ഇത്തരത്തിലൊരു വിഷയം വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുമ്പോൾ അത് എത്രത്തോളം അപകടകരമാണെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവരിത് രാഷ്ട്രീയമായി പകപോക്കലാണ് ഉപയോഗിക്കുന്നത്. കർണാടകയിലെ വിഷയം സത്യത്തിൽ കേരളത്തിൽ ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല. പക്ഷെ ഇവർ ഇൻഡയറക്ട്ലി പറയാൻ ശ്രമിക്കുന്നത് കർണാടകയിൽ കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്, കോൺഗ്രസ് ഇപ്പം നിങ്ങളെ ഒപ്പം കൂട്ടുകയും അല്ലെങ്കിൽ ന്യൂനപക്ഷത്തെ ഒപ്പം കൂട്ടുകയും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു രീതി ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള സമീപനം, അല്ലെങ്കിൽ നിങ്ങളോടും ഇത്തരത്തിലുള്ള സമീപനമാണ് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്ന തരത്തിലേക്ക് കൊണ്ടുപോവുകയും BJP-യും കോൺഗ്രസും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്, ആ അന്തർധാരയിലൂടെയാണ് പോകുന്നതെന്ന് നിരന്തരം CPM-ലെ പ്രമുഖരായ നേതാക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഈ പറയുന്ന പോലെ CPM പറയുന്നത് എന്താ, കോൺഗ്രസും BJP-യും തമ്മിൽ അന്തർധാര ഉണ്ടെങ്കിൽ അത് ഭൂരിപക്ഷങ്ങളെ പ്രീണിപ്പിക്കും, അല്ലെങ്കിൽ ഭൂരിപക്ഷങ്ങളെ ഒപ്പം നിർത്തും, അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് കാപട്യത്തിലൂടെ നിങ്ങൾക്കൊപ്പമാണെന്ന് പറയുകയും പിന്നീട് ജയിച്ചു കഴിയുമ്പോൾ അവർ BJP-യുടെ അതേ രീതിയിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ള ഒരു കാര്യം കൂടിയാണ് കർണാടകയിലെ വിഷയം വെച്ച് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. അത് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി CPM-ന്റെ ഇത്തരം നിലപാടുകൾ കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്കറിയാം രാഷ്ട്രീയ അല്ലെങ്കിൽ വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ച് അവരവരുടെ നിലപാടുകൾ പല സമയങ്ങളിൽ നിലപാടുകളിലും നയങ്ങളിലും ഒക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് കർണാടകയിലെ വിഷയം പറയുമ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്നതിനപ്പുറം ഈ പറയുന്നത് പോലെ ഒരു ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. എന്തായാലും കേരളത്തിന്റെ മണ്ണിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന CPM-ന് കനത്ത തിരിച്ചടി തന്നെ വോട്ടർമാർ ബാലറ്റിലൂടെ നൽകുമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ തെളിയിച്ചതാണ്. വീണ്ടും ഇത്തരത്തിൽ വർഗീയത പറഞ്ഞ 4 വോട്ടിന് വേണ്ടി കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന CPM-ന് കൃത്യമായ മറുപടി നൽകാൻ കഴിയുന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ. ആ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ CPM-ന് കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും വർഗീയ ധ്രുവീകരണത്തിലൂടെ കേരളത്തിന്റെ മണ്ണിൽ വർഗീയതയുടെ വിഷവിത്ത് പാകാൻ ശ്രമിക്കുന്ന സംഘടനകളെ കൂടി ചേർത്ത് പിടിക്കാനാണ് CPM ശ്രമിക്കുന്നത്. അതായത് കർണാടക യലഹങ്കയിലെ വിഷയം ഉയർത്തിപ്പിടിച്ച് SDPI പോലെ തീവ്ര നിലപാടെടുക്കുന്ന സംഘടനകളാണ് കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചത്. ഇത്തരം സംഘടനകളെയും കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ കോൺഗ്രസ് തയ്യാറാകും. അത് കോൺഗ്രസിനല്ലാതെ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. എന്തായാലും കോൺഗ്രസ് എടുത്ത നിലപാട് വളരെ കൃത്യമായ നിലപാടാണ്, ക്രിസ്റ്റൽ ക്ലിയർ നിലപാടാണ് കോൺഗ്രസ് കർണാടക വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് കോൺഗ്രസിന്റെ നിലപാടും. ഭൂരിപക്ഷം എന്നില്ലാതെ എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് അവരെ ചേർത്ത് പിടിക്കുന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. എന്തായാലും അത്തരം നിലപാടിനെ വെല്ലുവിളിക്കാനുള്ള ത്രാണിയൊന്നും ഇന്ത്യയിലെ CPM-ന് ഇപ്പോൾ ഇല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം.